ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള അടുത്ത ഒരു ജലോത്സവ സീസൺ കൂടി ആരംഭം കുറിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളിയായ ചമ്പക്കുളം മൂലം ജലോത്സവം, ഏകദേശം 400 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് ഇന്ന് അംഗം കുറിക്കുകയാണ്. ഇതോടുകൂടി ഇനി അങ്ങോട്ടൊരു 6 മാസക്കാലം ഓളപ്പരപ്പുകളിൽ അങ്ങ് ആവേശ തിരയിളക്കമാണ്. അപ്പോൾ നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2026 വള്ളംകളി സീസണിൻ്റെ ആരംഭമായ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചമ്പക്കുളം മൂലം വള്ളംകളി കാണാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പ്രധാനപ്പെട്ട 7 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെപ്പ് വള്ളങ്ങളും ഇരുട്ടുകുത്തി വള്ളങ്ങളും ഒക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഹ്റു ട്രോഫിക്ക് മുമ്പുള്ള ഒരു നെഹ്റു ട്രോഫി ഫൈനൽ തന്നെയാണെന്ന് പറയാൻ പറ്റും. പ്രധാനപ്പെട്ട ബോട്ട് ക്ലബ്ബുകളെല്ലാം പല ചുണ്ടനുകളിലായിട്ട് മത്സരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയൊരു വള്ളവും പുതിയൊരു ക്ലബ്ബ് ഈ വർഷം തൊട്ട് വന്നിരിക്കുകയാണ്, അരോമ ബോട്ട് ക്ലബ്ബ്. അവർ വളരെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരനാണ് കൂടി ഒരു ബോട്ടൊക്കെ എടുത്ത് രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടും. ആഹാരം എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് വള്ളംകളിയും കണ്ട് രാത്രിയിലെ തിരിച്ചു വരത്തുള്ളൂ. എന്നപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മൂലം വള്ളംകളിയുടെ വിശേഷങ്ങൾ, ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളെല്ലാം ഈ വീഡിയോ കൂടെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അങ്ങനെ ഇന്നലെ മുതൽ തുടങ്ങിയ തയ്യാറെടുപ്പുകളാണ്. ഞങ്ങളുടെ വള്ളം എല്ലാം സെറ്റ് ചെയ്തു. ഈ വള്ളത്തെ നമ്മൾ നേരത്തെ പോയിട്ടുള്ളതാണ്, നിങ്ങളതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. വള്ളംകളി ട്രയലൊക്കെ കാണാം. ഞങ്ങൾ ജനറേറ്റർ, മൈക്ക് സെറ്റ്, കഴിക്കാനുള്ള ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. 3-4 പേരുടെ ഇന്നലെ തൊട്ടുള്ള പണിയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10 പേരടങ്ങുന്ന ഗ്യാങ് ആണ്. ഏകദേശം 8ഓളം പേര് ഇപ്പം തന്നെ കയറി, ബാക്കി 2 പേര് പോകുന്ന വഴിയേ കയറും. അങ്ങനെ വലിയ ബോക്സൊക്കെ വെച്ചത് നമ്മുടെ കിടങ്ങറ പള്ളിയുടെ മുന്നിൽ കൂടെ നമ്മൾ മെയിൻ ആറ്റിലോട്ട് എത്തി. ഇനി നമ്മൾ രാമങ്കരി പുളുങ്ങുന്ന് അങ്ങനെ ചെന്ന് നെടുമുടി പാലത്തിൻ്റെ താഴെ കൂടെ ചമ്പക്കുളത്തേക്ക് പോവുകയാണ്. എന്നപ്പോൾ കുട്ടനാടൻ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ബോട്ടെ നമ്മളിങ്ങനെ യാത്ര ചെയ്താലേ നമുക്ക് ആ പ്രദേശത്തേക്ക്, അതായത് വള്ളങ്ങൾ നടക്കുന്ന ചമ്പക്കുളത്താരിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പോകുന്ന വഴി ധാരാളം കാഴ്ചകളുണ്ട്. നോക്കി കണ്ടില്ലേ, മീൻ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറി വളർത്തുന്നത്, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ, വലിയ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ വഴി കൂടെ കാണാം. പക്ഷേ ഈ കാഴ്ചകൾ മുഴുവൻ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരുന്ന വള്ളംകളി കാണാനായിട്ടുള്ള അവസരം ഉണ്ടാകത്തില്ല. ഇത് ചെളി അടിയിൽ നിന്ന്, അതായത് വെള്ളത്തിനടിയിൽ നിന്ന് ചെളി കുത്തിയെടുക്കുന്ന ഒരു യന്ത്രമാണ്. ഇത് പൊതുവേ ഇപ്പം സാധാരണയായി എല്ലാ സ്ഥലങ്ങളിലും കാണാറുണ്ട്. എന്നിട്ട് ചിറയൊക്കെ ഉണ്ടാക്കാനും അതുപോലെയുള്ള ഉപയോഗിക്കും. നല്ല രസകരമായിട്ടുള്ള, വളരെ സുന്ദരമായിട്ടുള്ള ഒരു വീട് ഈ പമ്പയാറിൻ്റെ തീരത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. പമ്പയാറല്ല, ഇത് എല്ലാ ആറുകളും കൂടി സംയോജിച്ചാണ് വരുന്നത്. പമ്പയും അതുപോലെ തന്നെ മണിമലയാറും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിൽ ഒഴുകുന്നത്. സത്യത്തിൽ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് നമ്മുടെ പ്രസിദ്ധമായ പുളുങ്ങുന്ന് പള്ളിയാണ്. ധാരാളം സിനിമകളിൽ, നമ്മുടെ ഇപ്പോൾ ടൊവിനോയുടെ അവസാനത്തെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ ഈ പള്ളി ഭയങ്കര നല്ല വ്യൂവിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വിണ്ണയെ താണ്ടി വരുവായ ആ പടത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പുളുങ്ങുന്നും പിന്നിട്ടിരിക്കുകയാണ്. പുളുങ്ങുന്നിലെ ഈ പാലം ഒരു പ്രധാനപ്പെട്ട പാലമാണ്. കാരണം ഈ പാലത്തിൻ്റെ അടിയിലാണ് ചപ്പലും ചവറും എല്ലാം കൂടെ വന്ന് അടിഞ്ഞുകൂടി വെള്ളത്തിൻ്റെ ഒഴുക്ക് പ്രധാനമായിട്ട് ഈ ആറ്റിക്കൂടുള്ളത് ഈ വെള്ളപ്പൊക്കവും പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ തടസ്സപ്പെടുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ്. എന്നപ്പോൾ എല്ലാവരും കണ്ടില്ല, അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മഴ പെയ്താൽ നനയട്ടെ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. കൈ തോർത്തും അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചേട്ടന്മാരെല്ലാം എന്തായാലും ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പാട്ടും മേളവും ബഹളവും ആഹാരമൊക്കെ കഴിക്കാനുള്ള സമയത്ത് കൃത്യം ആഹാരം എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടേ കണ്ടില്ലേ, പാട്ട് തുടങ്ങി. അങ്ങനെ അടിപൊളിയായിട്ട് പാട്ട് തുടങ്ങാമെന്ന് പറഞ്ഞാൽ വലിയ സൗണ്ടിലാണ് നമ്മുടെ സ്പീക്കർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6ൻ്റെ 2 കരയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. നമ്മുടെ അലക്സ് ആണെങ്കിൽ പാട്ടിട്ടുകൊണ്ട് ഒരു രക്ഷയില്ലാതെ ആവേശത്തിൽ തുള്ളുവാണ് ആ വള്ളത്തിൻ്റെ, നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ കയറി കിടന്ന്. ഫ്രണ്ടിൽ നമ്മളൊരു ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ പവറിന് വേണ്ടിയിട്ട്. ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് പോകും തോറും വള്ളംകളിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, സ്പീഡ് ബോട്ടുകളൊക്കെ വളരെ ആവേശത്തിൽ വള്ളംകളി കാണാനായിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മൂന്നാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ ധാരാളം ഹൗസ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. റിസോർട്ടുകളൊക്കെ ധാരാളം ഉള്ള പ്രദേശമാണ്. അതായത് 3 ആറുകൾ തമ്മിൽ, 3 നദികൾ തമ്മിൽ ചേരുന്ന ഒരു പ്രദേശമാണ് ഈ മൂന്നാറ്റുമുഖം. ഇത് നമ്മുടെ അടിപൊളി നെടുമുടി പാലമാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുള്ള നെടുമുടി പാലമാണ്. നെടുമുടി പാലത്തിൻ്റെ താഴെ കൂടെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുവാണ്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ വള്ളങ്ങൾ നടക്കുന്ന പ്രദേശത്തേക്ക്. നോക്കി, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ധാരാളം ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ വള്ളംകളി ആഘോഷം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ജയശ്രീ ബോട്ട് ക്ലബ്ബിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. വെളിയനാട് ജയശ്രീ ബോട്ട് ക്ലബ്ബ്. ഈ വള്ളത്തെ ഇരിക്കുന്ന ഞങ്ങൾ 10 പേരും, ഞാനൊഴിച്ചു ബാക്കി എല്ലാ ആൾക്കാരും വെളിയനാട് സ്വദേശികളാണ്. ഞാനൊരാളേ ഉള്ളൂ കാവാലംകാരൻ. ഇവിടെ അർജൻറ്റീനയും ബ്രസീലും പോർച്ചുഗലും സർവ്വ രാജ്യങ്ങളുടെയും ഫാൻസ് ഉണ്ട്. വള്ളംകളിയിലും അർജൻറ്റീന ഫാൻസ് വേണ്ട കൊടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ധാരാളം ഇതേണ്ട ചുണ്ടൻ വള്ളങ്ങളൊക്കെ. ഇന്ന് പ്രധാനമായിട്ട് 7 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അതിനകത്ത് പറയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അരോമ ബോട്ട് ക്ലബ്ബ്,
അതുപോലെ തന്നെ IBC നമ്മുടെ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിരണം ബോട്ട് ക്ലബ്ബ്, അങ്ങനെ പ്രധാനപ്പെട്ട വള്ളങ്ങളെല്ലാം മത്സരിക്കുന്നുണ്ട്. നെഹ്റു ട്രോഫിയിൽ എല്ലാ വർഷങ്ങളിലും ഫൈനലിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട വള്ളങ്ങളെല്ലാം ഇതിനകത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നോക്കിയാൽ നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം പള്ളിയാണ്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചമ്പക്കുളം പള്ളി. ചമ്പക്കുളം പള്ളിയുടെ മുന്നിൽ കൂടെ നമ്മൾ അങ്ങോട്ട് ഈ ഫിനിഷിംഗ് പോയിൻറ്റിനെ ലക്ഷ്യമാക്കി നീങ്ങുവാണ്. ഫിനിഷിംഗ് പോയിൻറ്റിൽ എവിടെയെങ്കിലും കൊണ്ട് നമ്മുടെ വള്ളം അടുപ്പിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വള്ളം ഫിനിഷ് ചെയ്യുന്നത്, മത്സരം ഫിനിഷ് ചെയ്യുന്ന കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രദേശത്ത് കൊണ്ട് നമ്മൾ വള്ളം സൈഡാക്കി. നോക്കി ഇരു കരകളിലും 100 കണക്കിന് അല്ല 1000 കണക്കിന് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് അവധി തരത്തില്ലെന്ന് പറഞ്ഞാലും കുട്ടനാട്ടുകാരെല്ലാം എന്തായാലും അവധിയെടുത്ത് വള്ളംകളി കാണാൻ വന്നിട്ടുണ്ട്. നോക്കി വളരെ വ്യത്യസ്തമായ വേഷവിധാനങ്ങളോടുകൂടി ധാരാളം ഗ്യാങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു ഗ്യാങ് ആണെങ്കിൽ ഇനിയും ധാരാളം ഗ്യാങ്ങുകൾ, നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഗ്യാങ്ങുകൾ ഇതിനകത്തുണ്ട്. ബോട്ടുകളിലൊക്കെ ധാരാളം ആൾക്കാർ വള്ളംകളി കാണാനായിട്ട് വന്നിട്ടുണ്ട്. ചെറുവള്ളങ്ങൾ നോക്കി, ഇതൊരു പ്രത്യേക ഷേപ്പുള്ള വള്ളമാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വള്ളംകളിക്ക് തന്നെ പോകണം. അതുപോലെ തന്നെ വള്ളംകളിയുടെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത ബോട്ടുകൾ, അതോടൊപ്പം കുടുംബസമേതം വന്നിരിക്കുന്ന ചെറിയ ചെറിയ വള്ളങ്ങൾ, ഇതൊക്കെ കുടുംബസമേതം വന്നിരിക്കുന്നത്. അതുപോലെ ചുണ്ടൻ വള്ളങ്ങൾ മാസ്റ്ററിൽ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അവർ ഒരു ട്രാക്ക് എൻട്രി നടത്തുവാണ്. ആരാധകരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ചുണ്ടൻ വള്ളങ്ങളും അവരുടെ ട്രാക്ക് എൻട്രി നടത്തും. അതൊരു നല്ല പെർഫോമൻസ് ആയിരിക്കും. നമുക്ക് അവരുടെ ഒരു പെർഫോമൻസിനെ അവിടുന്ന് തന്നെ വിലയിരുത്താൻ പറ്റും. നോക്കി ഈ വള്ളത്തെ നിറച്ച് ചെറുപ്പക്കാർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല, നമ്മുടെ വെപ്പ് വള്ളങ്ങളും അതോടൊപ്പം നമ്മുടെ ഇരുട്ടുകുത്തിയൊക്കെ ട്രാക്ക് എൻട്രി നടത്തുന്നുണ്ട്. നോക്കിയേ, എല്ലാം പ്രധാനപ്പെട്ട നമ്മുടെ ബോട്ട് ക്ലബ്ബുകളാണ്. ചമ്പക്കുളം ചുണ്ടനിൽ ഈ വർഷം തുഴയുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ചമ്പക്കുളം ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സ്ഥലത്ത് നടക്കുന്ന വള്ളംകളിയായതുകൊണ്ട് അവർക്കും ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അങ്ങനെ നമ്മുടെ വള്ളത്തിലുള്ളവരെല്ലാം ആവേശത്താൽ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, നമ്മുടെ വെളിനാട്ടിൽ നിന്ന് വന്ന വള്ളമായതുകൊണ്ട് ഈ പ്രദേശത്തെ ഒരു 2-3 വള്ളത്തിലുള്ള ആൾക്കാർ, വെളിനാട്ടിൽ നിന്ന് തന്നെ വന്ന ആൾക്കാർ തന്നെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ മാസ്റ്ററിന് വേണ്ടി വള്ളങ്ങൾ അവിടെ ലൈനപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കി, നേഴ്സിംഗ് ഡ്രസ്സിൽ, അതായത് ഹോസ്പിറ്റലിലെ സർജിക്കൽ ഡ്രസ്സിൽ ഒരു പറ്റം ചെറുപ്പക്കാർ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ്. എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട്. പലതരത്തിലുള്ള വള്ളങ്ങൾ, പലതരത്തിലുള്ള ബോട്ടുകൾ, എൻജിൻ പിടിപ്പിച്ച വള്ളങ്ങൾ, തുഴയുന്ന വള്ളങ്ങൾ, പല ഷേപ്പിലുള്ള വള്ളങ്ങൾ, അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്താണ്ട് അടുത്തൊരു ചുണ്ടൻ വള്ളം ട്രാക്കിലേക്ക് എൻട്രി ആവുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വള്ളങ്ങളും ബോട്ട് ക്ലബ്ബുകളും ഒക്കെ ഇതിനകത്തുണ്ടായിരിക്കും. നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വള്ളംകളി ഇത് കണ്ടില്ലേ, എന്തൊരു ആവേശമാണെന്ന് നോക്കി. ഇതൊരു വാട്ടർ സ്റ്റേഡിയം പോലെ ആയി കഴിഞ്ഞു. ഇവിടെ മുഴുവൻ നിറച്ച ആൾ കൂടിയിരിക്കുകയാണ്. അങ്ങനെ മാസ്റ്ററിന് വേണ്ടി വള്ളങ്ങളെല്ലാം അവിടെ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2026 വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളി, അല്ലെങ്കിൽ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള വള്ളംകളി തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അടുത്ത വള്ളം മാസ്റ്ററിൽ നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ മാസ്റ്ററിൽ തുടങ്ങിയിരിക്കുകയാണ്. മാസ്റ്ററിൽ ഭയങ്കര രസമാണ്. നമ്മൾ ഇത്രയും ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ നമുക്ക് മനസ്സിലാവാത്തത്. അടുത്ത് പോയി നിന്ന് കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ ഇവിടെ കാണാൻ പറ്റും. മാസ്റ്ററിൽ കഴിഞ്ഞ് ഈ വള്ളങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കൂടെ, എല്ലാ പ്രധാനപ്പെട്ട ചുണ്ടൻ വള്ളങ്ങളും നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് 7 ചുണ്ടൻ വള്ളങ്ങൾ പ്രധാനമായിട്ടും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉടൻ തന്നെ നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഏവരും കാത്തിരുന്ന ഹീറ്റ്സ് മത്സരങ്ങൾ. ഇതിലറിയാം കരുത്തന്മാരാരാണ്, ആരൊക്കെ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറ്റ്സ് മത്സരങ്ങൾ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ആരംഭിക്കാൻ പോകുമ്പോഴത്തേക്കും 1-ാം ട്രാക്കിൽ നമ്മുടെ ചെറുതന ചുണ്ടൻ, 2-ാം ട്രാക്കിൽ ചമ്പക്കുളം ചുണ്ടൻ, 3-ാം ട്രാക്കിൽ ആരോമ ചുണ്ടനാണ്. നോക്കിക്ക് 3-ാം ട്രാക്കിൽ ആരോമ ചുണ്ടൻ നല്ല ലീഡ്, അത്യാവശ്യം നല്ല ലീഡ് വെച്ചിട്ടാണ് വരുന്നത്. 2-ാം ട്രാക്കിലെ ചമ്പക്കുളം ചുണ്ടൻ, ആരോമ ചുണ്ടനെ തുഴയുന്ന ആരോമ ബോട്ട് ക്ലബ്ബാണ്. 2-ാം ട്രാക്കിലൂടെ തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടൻ തൊട്ട് പുറകെയുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പം ചെറുതായിട്ട് ഒപ്പമാണെന്ന് തോന്നുമെങ്കിലും ആരോമ ബോട്ട് ക്ലബ്ബ് കുറച്ച് ലീഡിലാണ് തുഴയുന്നത്. 3-ാം ട്രാക്കിൽ നമ്മുടെ ചെറുതന ചുണ്ടനാണ്. ചെറുതന ചുണ്ടൻ തുഴയുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി CBL വിന്നേഴ്സാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. പക്ഷേ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഒത്തിരി പുറകിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 2 വള്ളങ്ങൾ തമ്മിൽ മത്സരം നടക്കുവാണ്. അങ്ങനെ ഏകദേശം മീറ്ററുകൾ മാത്രം ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ളൂ. നമുക്ക് പായ്ക്കിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു അല്പം ലീഡ് ആരോമ ചുണ്ടനാണ്. പുത്തൻ ചുണ്ടനാണ്. വള്ളത്തിലേക്ക് വള്ളം നീരണിഞ്ഞിട്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ ആരോമ ചുണ്ടൻ ആദ്യ ഹീറ്റ്സിൽ 1-ാം സ്ഥാനം നേടി. നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന 2 പങ്കായക്കാർ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വെള്ളത്തിലേക്ക് പോകുന്ന കണ്ടോ, അവർ വെള്ളത്തിൽ പോയി. അപ്പം നമ്മുടെ ചെറുതന ചുണ്ടനിലാണ് അവർ തുഴഞ്ഞത്. പങ്കായക്കാരൊക്കെ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. ആ പങ്കായക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ റെസ്ക്യൂ സർവീസുകാർ വന്നിട്ടുണ്ട്. അതൊരു അൺപ്രൊഫഷണലായിട്ടുള്ളൊരു സംഭവമാണ് തുഴയുന്നതിനിടെ വെള്ളത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ആദ്യ ഹീറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്.
ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാമത്തെ ഹീറ്റ്സ് അവിടെ ആരംഭിക്കും. ഒന്നാം ഹീറ്റ്സിൽ തുഴഞ്ഞ് ജയിച്ച അരോമ ചുണ്ടൻ ഈ വഴി കൂടെ സൈഡിൽ കൂടെ തിരിച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇനി അവർ ബ്രേക്ക് എടുത്ത് ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും അവർ ഫൈനലിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാൽ കാണാനായിട്ട് ഒരു വഴിയില്ല. സാധാരണ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയുള്ളൊരു സൗകര്യം ഉള്ളിടത്താണ്. ഇത്തവണ അത് നടന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആയാവറമ്പ് വലിയ ദിവാൻജിയും നടുഭാഗം ചുണ്ടനും. നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആയാവറമ്പ് വലിയ ദിവാൻജി ഒന്നാം ട്രാക്കിലും നടുഭാഗം ബോട്ട് ക്ലബ്ബിൻ്റെ നടുഭാഗം ചുണ്ടൻ രണ്ടാം ട്രാക്കിലും. മികച്ച രണ്ട് ക്ലബ്ബുകളാണ്. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയുടെ ഫൈനലിസ്റ്റുകളായിട്ട് കളിക്കുന്ന എല്ലാ വർഷവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് വള്ളങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക ക്ലബ്ബാണ് നിരണം ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ എന്തായാലും നിരണം ബോട്ട് ക്ലബ്ബ് കുറച്ച് പിന്നിലാണ്. ആയവറമ്പ് വലിയ ദിവാഞ്ചിയിലാണ് അവർ തുഴയുന്നത്. രണ്ടാം ട്രാക്കിലൂടെ പോകുന്ന നടുഭാഗം ചുണ്ടൻ കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച വള്ളമാണ്. അപ്പം നമ്മുടെ ഈ രണ്ടാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നമ്മുടെ നടുഭാഗം ചുണ്ടനാണ്. ഏകദേശം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നടുഭാഗം ചുണ്ടൻ രണ്ടാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. ഇനി മൂന്നാം ഹീറ്റ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത ഹീറ്റ്സിൽ മത്സരിക്കുന്നത് രണ്ട് വള്ളങ്ങളാണ്. അങ്ങനെ ടോട്ടൽ 3, 2, 5, 5, 2, 7. അപ്പോൾ വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ പോയൊരു ചേട്ടൻ വെള്ളത്തിൽ തന്നെ കിടന്ന് തല തോർത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായ കാഴ്ചകളൊക്കെ നമുക്ക് വള്ളംകളിക്ക് പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. നോക്കൂ, ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ്, അതായത് നമ്മുടെ നടുവിലെ പറമ്പൻ ചുണ്ടനാണ്. NCDC ആൻഡ് IBC ഒരുമിച്ചാണ് സംയുക്തമായിട്ട് തുഴയുന്ന ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ്, ഇമ്മാനുവൽ ചുണ്ടൻ പഴയ നടുവിലെ പറമ്പൻ ചുണ്ടനാണ്. അതോടൊപ്പം ശ്രീവിനായകനാണ് അടുത്തത്. രണ്ടാം ട്രാക്കിൽ തുഴയുന്ന ശ്രീവിനായകൻ, അത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. രണ്ട് കൂട്ടരും കോട്ടയം ഭാഗത്തു നിന്നുള്ള രണ്ട് ക്ലബ്ബുകൾ. അതിശക്തമായിട്ടുള്ള മത്സരം. നെഹ്റു ട്രോഫിയിലെ കഴിഞ്ഞ വർഷത്തെ കറുത്ത കുതിരകൾ എന്നറിയപ്പെടുന്ന ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നെഹ്റു ട്രോഫിയും അതിനുശേഷം ഉണ്ടായിരുന്ന CBLലും പല അടിപൊളി പ്രകടനങ്ങളും കാഴ്ചവെച്ച വള്ളമാണ്. നമ്മൾ ശ്രീവിനായകൻ ഏകദേശം ഒരു വള്ളപ്പാടോളം പിന്നിലായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുവാണ്. ഇനി ചെറുവള്ളങ്ങളുടെ മത്സരമാണ് അടുത്തായിട്ട് കടന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ ചെറുവള്ളങ്ങളുടെ പ്രദർശന മത്സരത്തിൽ ഈ പോകുന്നത് കൊണ്ടാക്കൽ ബോട്ട് ക്ലബിൻ്റെ വള്ളമാണ്. അവർ നല്ല അസാധ്യ പ്രകടനമാണ്. അത് വെപ്പ് B ഗ്രേഡിൽ അവർ ഒരു വള്ളം മാത്രമേ ഇവിടെ തുഴയുന്നുള്ളെങ്കിലും അവർ ആ കറക്റ്റ് താളം മുറുക്കേണ്ടിടത്ത് മുറുക്കി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ് പോകുന്നത്. ഈ മത്സരം നടക്കുന്നത് ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബും ജയശ്രീ ബോട്ട് ക്ലബ്ബും തമ്മിലാണ്. ജയശ്രീ ബോട്ട് ക്ലബിൻ്റെ ഷോട്ട് പുളിക്കത്തറയും ന്യൂ കാവാലം ബോട്ട് ക്ലബിൻ്റെ പട്ടേരി പുരക്കിനും തമ്മിൽ നല്ല കഠിനമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുന്ന കണക്ക് തന്നെയുള്ള ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് കാണുന്നതിന് മുമ്പ് നമ്മുടെ മുന്നിൽ ഒരു ബോട്ട് വന്ന് വട്ടം വീണിട്ടുണ്ട്. എന്തിലും നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന വള്ളമാണ്. അവർ തന്നെയാണ് ആദ്യം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇരുട്ടുകുത്തിയാണ്. ഇരുട്ടുകുത്തിയുടെ പ്രദർശന മത്സരം, ചെറുവള്ളങ്ങളിൽ ഇരുട്ടുകുത്തിയുടെ പ്രദർശന മത്സരമാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത്. ഇവിടെ എന്തായാലും ഒരു ആഘോഷത്തിൻ്റെ അങ്ങേ അറ്റത്തെ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ വള്ളങ്ങളും ബോട്ടുകളും കാഴ്ചക്കാരും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഇരുട്ടുകുത്തി വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. PG കർണനും തുരുത്തിത്തറയും തമ്മിലാണ് മത്സരം. PG കർണനിൽ മേപ്രാൽ ബോട്ട് ക്ലബ്ബും തുരുത്തിത്തറയിൽ മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബുമാണ്. മേപ്രാൽ ബോട്ട് ക്ലബ്ബ് നല്ല മികച്ച പ്രകടനം തന്നെയാണ് ഈ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരത്തിൽ കാഴ്ചവെക്കുന്നത്. അത്യാവശ്യം നല്ല ലീഡിൽ തന്നെ അവർ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പുറകെയാണ് മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ ഇരുട്ടുകുത്തിയിൽ A ഗ്രേഡിൻ്റെ മത്സരത്തിൽ PG കർണൻ ഒന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മേപ്രാൽ ബോട്ട് ക്ലബ്ബ്. രണ്ടാം സ്ഥാനക്കാരെ തുരുത്തിത്തറ, അതായത് നമ്മുടെ മങ്കൊമ്പ് ബോട്ട് ക്ലബിൻ്റെയാണ്. അവർ പതിയെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു. മേപ്രാൽ ബോട്ട് ക്ലബ്ബ് അസാധ്യ പ്രകടനം കാഴ്ചവെച്ചു. അങ്ങനെ ചെറുവള്ളങ്ങളുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ആവേശത്തിരയിൽ നമ്മുടെ ഡാൻസേഴ്സിൻ്റെ ഡാൻസും നടന്നുകൊണ്ടിരിക്കുന്നു. പലവിധ ടാബ്ലോകൾ, അതുപോലെ തന്നെ പലവിധ ഷോകൾ പല ബോട്ടുകളിലായിട്ട് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് നേരം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണേണ്ടി വരും. ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റേജിൽ തുടങ്ങി. നിങ്ങൾ നോക്കിയേ, ഈ ഒരു വള്ളക്കാർ ഒത്തിരി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സർജിക്കൽ ഡ്രസ്സിലാണ് ഇവർ മുഴുവൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത്ര അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വള്ളംകളിക്ക് പോയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു ചെറുവള്ളത്തിൽ വന്ന ടീം പല പ്രാവശ്യമായിട്ട് മുങ്ങിപ്പോകുന്നുണ്ട്. അപ്പം മറ്റാൾക്കാർ അവരെ പൊക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പം തന്നെ 2 പ്രാവശ്യം വള്ളം മുങ്ങി. അവർ ക്ഷീണിച്ചിരിക്കുവാണ് വള്ളം വെള്ളത്തിൽ നിന്ന് പൊക്കി. പക്ഷേ ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ആർക്കും ഒരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ. ഈ വള്ളം വീണ്ടും മുങ്ങിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ കയറാൻ പറ്റുന്നതിലും കൂടുതൽ ആൾക്കാർ അതിൽ കയറി നിന്ന് ഡാൻസ് ചെയ്താൽ എങ്ങനെയാണ് മുങ്ങിപ്പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സംഭവിച്ചു. ആ വള്ളം വീണ്ടും മുങ്ങിപ്പോയിരിക്കുകയാണ്. അതാണ്ട് മുങ്ങുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ആ വള്ളം മുങ്ങി താന്ന് താഴോട്ട് പോയി.
അവർ വീണ്ടും നീന്തി അടുത്ത വള്ളങ്ങളിലേക്കൊക്കെ കയറും. ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വേറെ വള്ളത്തിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കി ആ വള്ളം തപ്പിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിരിക്കുകയാണ്. താഴെ ആരോ ചെന്ന് കയറിട്ട് ആ വള്ളം കെട്ടി വലിച്ചു പൊക്കിയിട്ട് വേണം ഇനിയിപ്പോൾ അവർക്ക് കയറാൻ. അതുകൊണ്ട് ആർക്കോ കിട്ടിയിട്ടുണ്ട് വള്ളത്തിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഇതൊരു എത്ര പ്രാവശ്യം മുങ്ങിയെന്ന് തന്നെ അവർക്ക് തന്നെ കണക്കില്ല. അവരെല്ലാം ടയേർഡായിരിക്കുവാണ്. ഈ വള്ളം കെട്ടി വലിച്ച് കരയ്ക്കേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അടുത്തായിട്ട് ഇരുട്ടുകുത്തി ബി ഗ്രേഡിൻ്റെ 2 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. അവരുടെയും പ്രദർശന മത്സരം ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഡാനിയലും അതുപോലെ തന്നെ സെൻറ്റ് ജോസഫുമാണ്. അവരും അത്യാവശ്യം നല്ല ലീഡിലാണ് ഫ്രണ്ടേ വരുന്ന വള്ളം പോരുന്നത്. മത്സരം കാര്യമായിട്ട് നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഹീറ്റ്സ് മത്സരങ്ങളും പ്രദർശന മത്സരങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കും. ഈ വള്ളങ്ങളെല്ലാം ഒന്നുകൂടെ കളിക്കും ഫൈനലിന് വേണ്ടിയിട്ട്. അപ്പം ഇരുട്ടുകുത്തിയുടെയും അതേണ്ട ഫൈനൽ വള്ളം വന്നു, ഫിനിഷ് ചെയ്യുവാണ്. ഇതോടുകൂടി ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിക്കുകയാണ്. അങ്ങനെ ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ച് തേണ്ട ഫൈനൽ ആരംഭിക്കുകയാണ്. ഈ ഫൈനലിലും അത്ര വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ പ്രദർശന മത്സരത്തിൽ നിന്ന് ഹീറ്റ്സ് മത്സരത്തിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല. നോക്കിക്കേ, നമ്മുടെ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ നമ്മൾ മുമ്പേ കണ്ട അതേ കാഴ്ചയാണ്. മേപ്രാൽ ബോട്ട് ക്ലബ്ബ് അവർ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അവർ നല്ല രസമായിട്ട് തന്നെ തുഴയുന്നുണ്ട്. വള്ളം 2 ഉള്ളെങ്കിലും നല്ല മികച്ച പ്രകടനം. അവർ നല്ല വള്ളപ്പാടുകൾക്ക് ഫ്രണ്ടിലാണ്. അപ്പം വെപ്പല്ല, ഇരുട്ടുകുത്തി എ ഗ്രേഡിൽ മേപ്രാൽ ബോട്ട് ക്ലബിൻ്റെ വള്ളം ജയിച്ചിരിക്കുകയാണ്. 2ാമത് സ്ഥാനം വന്നിരിക്കുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല പുറയിലായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിന് ശേഷം ഇരുട്ടുകുത്തിക്ക് ശേഷം വരാൻ പോകുന്നത് വെപ്പ് വള്ളങ്ങളുടെ മത്സരമാണ്. വെപ്പ് വള്ളങ്ങളിൽ എ ഗ്രേഡും ബി ഗ്രേഡും ഉണ്ട്. ബി ഗ്രേഡിൽ ഒറ്റ വള്ളമാണ് മത്സരിക്കുന്നത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ്. അവർ എല്ലാ വള്ളം കളികളിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നൊരു വള്ളമാണ്. അവർ എതിരാളികളെ നോക്കുമോ മത്സരം ഒന്നും അവരുടെ നോക്കണ്ട. അവരുടെ ഒരു പെർഫോമൻസ് വളരെ രസകരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും. അവർ കൃത്യം താളം മുറുക്കേണ്ടത് താളമൊക്കെ മുറുക്കി ഒറ്റയ്ക്കാണ് കളിക്കുന്നതെങ്കിൽ പോലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ പെരുക്കത്താളത്തിലൊക്കെ ഇട്ട് കളിച്ച് കാണികൾക്കൊരു ആവേശം പകരുന്ന രീതിയിലുള്ള കളിയാണ്. എല്ലാം ചെറുപ്പക്കാരാണ്. ഒരു യങ് ഏജിലുള്ള ഒരു 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കും വള്ളത്തിൽ തുഴയുന്നത് മുഴുവൻ. നിങ്ങൾ നോക്കിക്കുക, അവരുടെ ഒരൊറ്റക്കെട്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നൊരു നല്ല ഒത്തൊരുമയുള്ളൊരു ടീമാണ്. അവരെല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കളിക്കാറുണ്ട്. കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് സോഷ്യൽ മീഡിയയിലും ഒക്കെ അവരുടെ ഒത്തിരി വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് മുന്നോട്ട് ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ വളർന്നു വരട്ടെ എന്നുള്ള ആശംസകൾ അറിയിക്കുന്നു. നല്ല അടിപൊളി പെർഫോമൻസ്. അവർ ആ ഫിനിഷിംഗ് ടച്ച് അവരുടെ നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഇത്ര ലോങ് വീഡിയോ ഞാൻ എടുത്തത് തന്നെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ കുട്ടനാട്ടിൽ ഇനിയും വളർന്നു വരട്ടെ. അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വെപ്പ് എ ഗ്രേഡിലുള്ള വള്ളങ്ങളുടെ മത്സരം. അതിൽ 2 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. ന്യൂ കാവാലം ബോട്ട് ക്ലബിൻ്റെ വള്ളവും അതോടൊപ്പം തന്നെ വെളിയനാട് ജയശ്രീ ബോട്ട് ക്ലബിൻ്റെ വള്ളവും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ജയശ്രീ ബോട്ട് ക്ലബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നോക്കിക്കേ, വള്ളം നല്ല ശക്തമായിട്ടുള്ള മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂ കാവാലം നെഹ്റു ട്രോഫിയിലൊക്കെ എല്ലാ വർഷവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന വള്ളമാണ്. ഇപ്പോൾ എന്തായാലും ലീഡ് ചെയ്യുന്നത് നമ്മുടെ ജയശ്രീ ബോട്ട് ക്ലബ്ബാണ്, വെളിയനാട് ജയശ്രീ ബോട്ട് ക്ലബ്ബ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു ബോട്ട് ക്ലബ്ബാണ്. പല വള്ളംകളി മത്സരങ്ങളിലും പണ്ട് കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി സ്ഥലങ്ങളിൽ പ്രൈസ് അടിച്ചിട്ടുള്ളതാണ് ഈ ജയശ്രീ ബോട്ട് ക്ലബ്ബ്. അങ്ങനെ വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നമ്മുടെ ജയശ്രീ ബോട്ട് ക്ലബ്ബ് തന്നെ 1ാം സ്ഥാനത്തായിട്ട് ഫിനിഷ് ചെയ്യുന്നു. 2ാം സ്ഥാനത്ത് ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബ്. ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഫൈനലിൽ 7ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന വള്ളം, അവരുടെ ഫൈനലിൽ അവരും കളിക്കണമല്ലോ, എന്നാലല്ലേ അവർക്ക് അതിനുള്ള 7ാം സ്ഥാനത്ത് അവരൊറ്റയ്ക്കാണ് കളിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ചെറുതന ചുണ്ടനിൽ നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയാണ്. നമുക്കറിയാം, മുമ്പേ പങ്കായക്കാരൊക്കെ വെള്ളത്തിൽ പോയിരുന്നു. എനിക്ക് ഇപ്പോൾ 4 പങ്കായക്കാരെ മാത്രം വെച്ചിട്ടാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പങ്കായക്കാരനെ ഇറങ്ങി എവിടെയോ പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. ഇനി നമുക്ക് 2ാം സ്ഥാനക്കാരുടെ മത്സരമാണ് അടുത്തായിട്ട് നടക്കുന്നത്. അടുത്തതായിട്ട് 2ാം സ്ഥാനക്കാരുടെ മത്സരം. അതിനകത്ത് ചമ്പക്കുളം ചുണ്ടൻ, ആയാപറമ്പ് വലിയ ദിവാൻജി, ശ്രീവിനായകൻ, ഇവർ 3 മത്സരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പച്ച കളറിൽ വരുന്നത് ചമ്പക്കുളം ചുണ്ടൻ്റെ തുഴച്ചിലുകാരാണ്. അതുപോലെ തന്നെ വെള്ള കളറിൽ വരുന്നത് വലിയ ദിവാൻജി, നിരണം ബോട്ട് ക്ലബ്ബാണ് വലിയ ദിവാൻജി തുഴയുന്നത്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ചമ്പക്കുളത്താറ്റിലെ മത്സരം ചമ്പക്കുളം ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പലതവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള വള്ളമാണ്. അപ്പോൾ ഈ 2 വള്ളങ്ങളും തമ്മിൽ മത്സരിച്ചു. 3ാം സ്ഥാനത്തായിട്ട് ശ്രീവിനായകൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ ശ്രീവിനായകനും ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ 1ാം സ്ഥാനം ചമ്പക്കുളം ചുണ്ടനും,
രണ്ടാം സ്ഥാനം വലിയ ദിവാൻജിക്കും 3-ാം സ്ഥാനം ശ്രീ വിനായകനും കിട്ടുന്നു. അപ്പോൾ അതാണ് നമ്മൾ കാത്തിരുന്ന ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഫൈനലിൻ്റെ വിസിൽ മുഴങ്ങും. ചമ്പക്കുളത്തെ വള്ളംകളി എന്തായാലും അതിഭയങ്കര ആവേശത്തിലായി. 7 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഒന്നിനൊന്നിന് എണ്ണം പറഞ്ഞ 7 ചുണ്ടൻ വള്ളങ്ങൾ. കേരളത്തിലെ തന്നെ വള്ളംകളിയിലെ പേര് കേട്ട 7 ചുണ്ടൻ വള്ളങ്ങൾ. ഇതാ ഫൈനൽ മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 1-ാം ട്രാക്കിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ നടുവിലെപ്പുറമ്പൻ ചുണ്ടൻ, 2-ാം ട്രാക്കിൽ അരോമ ബോട്ട് ക്ലബിൻ്റെ അരോമ ചുണ്ടൻ, 3-ാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ, നടുഭാഗം ബോട്ട് ക്ലബ്ബാണ്. അടിപൊളി മത്സരം, അതിശക്തമായ മത്സരമാണ്. പക്ഷേ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഈ വർഷത്തെ പുത്തൻ ചുണ്ടനായിട്ടുള്ള പച്ച തടിയിൽ തുഴയാൻ ഇറങ്ങിയിട്ടുള്ള അരോമ ബോട്ട് ക്ലബ്ബാണ്. അരോമ ബോട്ട് ക്ലബ്ബ് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നോക്കി, അരോമ ബോട്ട് ക്ലബ്ബ് നല്ല ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു. നെഹ്റു ട്രോഫിയിലും ഇത് ഇവർക്ക് ആവർത്തിക്കാൻ സാധിച്ചാൽ ഒരു ചരിത്രമാവും, പുതുചരിത്രമാവും. അങ്ങനെ അരോമ ബോട്ട് ക്ലബ്ബ് നോക്കി നല്ല അടിപൊളിയായിട്ട് തുഴഞ്ഞു പോവുകയാണ്. അവരോട് കട്ടയ്ക്ക് മത്സരിച്ച് നിൽക്കുന്നത് നടുഭാഗം ചുണ്ടനാണ്. കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ 2-ാം സ്ഥാനം നേടിയ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ. അവർ നല്ല ശക്തമായിട്ട് തന്നെ മത്സരിക്കുന്നുണ്ട്. ഫൈനലിൻ്റെ പ്രതീതി ഉയർത്തുന്ന ഒരു കിടിലൻ മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. 3-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്. അങ്ങനെ ഈ വർഷത്തെ രാജപ്രമുഖൻ ട്രോഫിയുടെ ഫൈനൽ ലാപ്പിൽ 1-ാം സ്ഥാനം നേടി രാജപ്രമുഖൻ ട്രോഫിക്ക് അർഹനായിരിക്കുന്നത് നമ്മുടെ അരോമ ബോട്ട് ക്ലബ്ബ്. 2-ാം സ്ഥാനം നമ്മുടെ നടുഭാഗം ചുണ്ടൻ, 3-ാം സ്ഥാനം ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ നടുവിലെപ്പറമ്പൻ ചുണ്ടൻ. അങ്ങനെ ഈ വർഷത്തെ വള്ളംകളി സീസണ് തുടക്കമായിരിക്കുന്നു. ചമ്പക്കുളം മൂലം ജലോത്സവത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൂലം ജലോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വള്ളംകളി അവസാനിച്ചിരിക്കുകയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞിരിക്കുന്നു, ലൈറ്റ് താന്നു കഴിഞ്ഞിരിക്കുന്നു. വള്ളംകളി കാണികളെല്ലാം ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തി. അങ്ങനെ ചമ്പക്കുളത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങളും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്താലേ ഞങ്ങളും എത്തത്തുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.